അടുത്തതായിട്ട് രേവതി എന്നൊരു ഭക്തയാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വാട്സപ്പിലൂടെ പേഴ്സണലായിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. രേവതിയുടെ അരങ്ങേറ്റം കഴിഞ്ഞ മാസം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരങ്ങേറ്റത്തിന്റെ സമയത്ത് ഇത്രയും അധികം പേര് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമോ എൻ്റെ അരങ്ങേറ്റം, അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ആ ഒരു സംശയം, ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റമ്പലത്തിനകത്ത് നിന്നാൽ കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ നെയ്വിളക്ക് ദർശനത്തിൻ്റെ ക്യൂ അവസാനിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു കൽത്തൂണുണ്ട്, അതിന് മുകളിലായിട്ട് ഒരു കാളിയമർദ്ദനത്തിൻ്റെ ചിത്രമൊക്കെ കൊത്തിവെച്ച രീതിയിൽ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓടി നടന്ന എല്ലാവരെയും കണ്ടിട്ടാണ് തിരികെ ശ്രീലകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഉണ്ണിയും ഈ ഭാഗത്ത് വന്ന് നിന്നിട്ട് തീർച്ചയായിട്ടും രേവതിയുടെ അരങ്ങേറ്റം കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ കൂട്ടിക്കോളൂ, സന്തോഷമായിട്ട് ഇരുന്നോളൂ കേട്ടോ.